വിദ്യാഭ്യാസ രംഗത്ത് നാക് A+ ഗ്രേഡോടെ 70 വർഷത്തെ പാരമ്പര്യം. UG PG റിസർച്ച് പ്രോഗ്രാമുകൾ, പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ. ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് ഗുരുവായൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊപ്പത്ത് കർഷക ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊപ്പത്ത് കർഷക ധർണ സംഘടിപ്പിച്ചത്. സ്വതന്ത്ര കർഷക സംഘം പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം കൃഷിഭവന് മുന്നിലാണ് സമരം നടത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം സമരം ഉദ്ഘാടനം ചെയ്തു. നഷ്ടം സഹിക്കേണ്ട കർഷകരാണ് എന്നത് ഒരു പരിധിവരെ ആർക്കും സഹിക്കാവുന്നതാണ്. അതിനപ്പുറം പോകുമ്പോൾ ഏത് വിഭാഗത്തിലാണെങ്കിലും അത് സഹിക്കുവാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും കേരള സംസ്ഥാനത്താണെങ്കിലും കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഒന്നാണ്. ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമി തരം മാറ്റത്തിന് സർക്കാർ വാങ്ങിയെടുത്തുള്ള പണം ഏതാണ്ട് 1600 കോടിയിലേറെ ഉപയോഗിക്കും. അതിൻ്റെ ഒരു ചെറിയ വിഹിതമെങ്കിലും ഈ കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടലിന് ഉദാരമതികളായ ആളുകൾ, വീട് നഷ്ടപ്പെട്ടവർക്ക്, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക്, ജീവൻ നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയച്ചു കൊടുത്തു. 700-ലേറെ കോടി രൂപ ആ വിഭാഗത്തിലേക്ക് വന്നിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? വർഷം 1 കഴിഞ്ഞു. ഈ കഴിഞ്ഞ ജൂലൈ 30-ന് ഒരു വർഷം പിന്നിടുമ്പോഴും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർ ആ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വതന്ത്ര കർഷക സംഘം നിയോജക മണ്ഡലം പ്രസിഡന്റ് KV ഷംസുദ്ദീൻ അധ്യക്ഷനായി. അഷ്റഫ് കരിങ്ങനാട്, VM മുഹമ്മദ് അലി മാസ്റ്റർ, മുസ്തഫ മാസ്റ്റർ, ഇസ്മായിൽ വിളയൂർ, സെയ്താലി മാസ്റ്റർ, കുഞ്ഞാപ്പു വിളയൂർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു.